ഹായ് ഗൈസ്, അസ്സലാമലൈക്കും, വണക്കം, നമസ്കാരം. എല്ലാവർക്കും സ്റ്റാർ ഓഫ് ബർക്കയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു അടിപൊളി വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. മുട്ടമാല. രണ്ട് സാധനങ്ങൾ കൊണ്ട് അടിപൊളി മുട്ടമാല ഉണ്ടാക്കാം. എഗ് എന്ന് പറയാം, ഞങ്ങളുടെ നാട്ടിൽ ഇതിന് മുട്ടമാല എന്ന് പറയാം. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. പുഡിംഗ് എന്ന് പറയാം, എന്ത് വേണമെങ്കിലും ഇതിന് പേരിടാം. പക്ഷേ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് അടിപൊളി സാധനം. ഐസ്ക്രീമിനേക്കാളും തേനൂറും സ്വാദുള്ള ഒരു അടിപൊളി ഫുഡിങ് ആണ് മുട്ടമാല. ഇതെങ്ങനെയാണ് ഇതാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരുക്കുക എന്നാണ് ഈ കാണിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അടിപൊളി സാധനമാണ്. ഒരു പ്രാവശ്യം തിന്നാൽ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങുന്ന സാധനമാണ്. വീഡിയോയിലോട്ട് പോയാലോ. 25 മുട്ട കൊണ്ടുള്ള മുട്ടമാലയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. 25 മുട്ട എടുത്ത് നന്നായിട്ട് അതിനെ കഴുകി വൃത്തിയാക്കുക. ഒരു വൃത്തിയുള്ള പാത്രം എടുത്ത് മുട്ട മഞ്ഞക്കുരു പൊട്ടാതെ പാത്രത്തിലേക്ക് ഒഴിക്കുക. അങ്ങനെ ഓരോ മുട്ടയും സൂക്ഷിച്ച് വേണം പൊട്ടിച്ചിട്ടൊഴിക്കാൻ. മുട്ടയുടെ തോടൊന്നും അതിൽ പോകാൻ പാടില്ല. അങ്ങനെ 25 മുട്ടയും ഇതേപോലെ പൊട്ടിച്ചൊഴിക്കണം. നമുക്ക് നോക്കാം എങ്ങനെയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. അതിനു മുമ്പേ എൻ്റെ വീഡിയോ ഇതുവരെ സബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമേ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണമേ. കമൻറ്റ് ചെയ്യണമേ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യണമേ. അങ്ങനെ നമ്മൾ ഓരോ മുട്ട പൊട്ടിച്ച് കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇത്ര മുട്ട പൊട്ടിച്ചു കഴിഞ്ഞു. അതിനുശേഷം മഞ്ഞയുടെ കുരു പൊട്ടാതെ വെള്ള ഇതേമാതിരി അതിൽ നിന്നും മാറ്റിയെടുത്ത് മഞ്ഞ മാത്രം ഒരു അരിപ്പയെടുത്ത് ഈ അരിപ്പയിലേക്ക് ഇടുക. ഓരോന്നും ഇതേപോലെ ചെയ്യുക. അതിൽ നിന്നും മഞ്ഞക്കുരു വേർതിരിക്കുക. വെള്ള ഒരു പാത്രത്തിൽ, മഞ്ഞ ഒരു പാത്രത്തിൽ. ഇതേപോലെ ചെയ്താൽ പെട്ടെന്ന് തന്നെ മഞ്ഞ നമുക്ക് വേർതിരിച്ച് കിട്ടാവുന്നതാണ്. മുട്ടയും പഞ്ചസാരയും മാത്രം മതി ഈ ഒരു വിഭവം ഉണ്ടാക്കാൻ. അങ്ങനെ ഓരോ മുട്ടയും അങ്ങനെ 25 മുട്ട ഇങ്ങനെ വേർതിരിച്ചത് അരിപ്പയിലിട്ടതാണ് ഈ കാണുന്നത്. കാണാൻ എന്ത് ഭംഗിയാണ് അല്ലേ. ഈ അരിപ്പയിലിരിക്കുന്ന മഞ്ഞക്കുരുവിനെ നമുക്കിനെ അടിച്ചെടുക്കണം. അടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ മിക്സിയിലൊന്നല്ല, സ്പൂണെടുത്ത് ഇതിൽ തന്നെ ഇട്ട് വേണം ഇങ്ങനെ അടിച്ചെടുക്കാൻ. അടിയിലൊരു പാത്രം വെച്ച് അതിലേക്ക് വരണം. കാരണം ഒരല്പം പോലും ഇതിൽ വെള്ളം ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഒരു വലിയൊരു പാത്രം എടുത്ത് സ്റ്റീലോ അലുമിനിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാൻ. അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര എടുക്കണം. 25 മുട്ടയ്ക്ക് ഞങ്ങളിവിടെ 2.5-3 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. കാരണം പഞ്ചസാര പാനി ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനാണ് ഇത് ചെയ്യുന്നത്. ഗ്യാസിൽ ഒരു പാത്രം വെക്കുക, എന്നിട്ട് അതിലേക്ക് പഞ്ചസാര ഇടുക. മധുരം നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ 25 മുട്ടയ്ക്ക് 2.5 കപ്പ് പഞ്ചസാര ഇടുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിക്കേണ്ടതുണ്ട്. ഒരല്പം വെള്ളം, ഒരുപാട് വെള്ളം പാടില്ല. ഒരല്പം വെള്ളമാണ് ഒഴിക്കേണ്ടത്. അത് പഞ്ചസാര പാനിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. വേണ്ടി മാത്രമാണ് വെള്ളം ഒഴിക്കുന്നത്. ഇതാ 1 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു.
നിങ്ങളെടുത്ത പഞ്ചസാര അതിൽ അല്പം മുകളിലായി വെള്ളം വീഴുക, അത്രയേ വേണ്ട കാര്യമുള്ളൂ. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ആ പഞ്ചസാരക്ക് കണക്കായ വെള്ളം ഒഴിക്കുക. അവൾ 2.5 കപ്പ് പഞ്ചസാര എടുത്തു, അതിനനുസരിച്ചിട്ട് അവൾ 2.5 കപ്പ് വെള്ളം ഒഴിച്ചു. എന്നിട്ട് എന്തെങ്കിലും ഒരു തവിയെടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമ്മൾ പാചകം ചെയ്യുന്ന പോലെ നമുക്ക് നോക്കിയാൽ അറിയില്ല. പഞ്ചസാര എത്രയാണെങ്കിൽ ഇത്രമേ അതിൽ വെള്ളം പാടുള്ളൂ. ഒരു തവിയെടുത്ത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. പഞ്ചസാര കുറച്ച് സമയം ഇളക്കിയാൽ അടി പിടിക്കാതെ നോക്കുക. പഞ്ചസാര അലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് അലിഞ്ഞു. അതിനുശേഷം ഇതേപോലെ ഒരു വൃത്തിയുള്ള കുപ്പി എടുത്തിട്ട്, ഈ കുപ്പി എന്ന് പറഞ്ഞാൽ കുപ്പിൻ്റെ മൂടിക്ക് ഒരു ദ്വാരമുള്ള കുപ്പിയാണെങ്കിൽ നല്ലതാണ്. സാധാ കുപ്പി എടുത്ത് ദ്വാരം വെക്കുന്നതിനേക്കാൾ നല്ലത് ഇതേപോലത്തെ ഒരു കുപ്പി ഇട്ടാൽ കറക്റ്റ് അളവ് കിട്ടും. നമ്മൾ അരിച്ചു മാറ്റിയ മുട്ടൻ്റെ മഞ്ഞ എടുത്ത് ആ കുപ്പിയിലേക്ക് ഒഴിക്കുക. ഇതേ മോഡൽ മൂടിയുള്ള കുപ്പിയാണെങ്കിൽ നല്ല വൃത്തിയുള്ള കുപ്പിയായിരിക്കണേ. ഇതവിടെ ഒഴിച്ചു. അങ്ങ് പഞ്ചസാര പാനി ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. പഞ്ചസാര പാനി എന്ന് പറഞ്ഞാൽ അതിനു മുന്നേ നമുക്ക് ഒരു ചെറുനാരങ്ങ മുറിച്ച് പകുതി ചെറുനാരങ്ങ ഒഴിക്കാനുണ്ട്. ഒരുപാട് ഒഴിക്കേണ്ട, പകുതി മാത്രം മതിയേ. ഒരുപാട് വലിയ ചെറുനാരങ്ങയാണെങ്കിൽ ആ പകുതി ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് ഒത്തമാതിരി ചെറുനാരങ്ങ ആയതുകൊണ്ടാണ് പകുതി ഒഴിച്ചത്. ഇനി പഞ്ചസാര പാനി എങ്ങനെ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ 2 വിരൽ തൊട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പശ പോലെ പറ്റിപ്പിടിക്കണം. ആ രീതിക്കാണ്. അങ്ങനെ നമ്മുടെ പഞ്ചസാര പാനി ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് ചെക്ക് ചെയ്യേണ്ടത്, ഇത് പാനി റെഡിയായോ ഇല്ലയോ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി ഇരിക്കുന്നു. അതിനു മുന്നേ പഞ്ചസാരയിലെ കച്ചറ അതായത് വേസ്റ്റ് കളയാനായി ഒരു ഐഡിയ ഉണ്ട്. നമ്മൾ മാറ്റിവെച്ച മുട്ടയുടെ വെള്ളം അല്പം എടുത്ത് ആ പഞ്ചസാര പാനിയിലേക്കൊന്ന് അല്പം ഒഴിക്കുക. എന്നിട്ട് അതിങ്ങോട്ട് കോരിയെടുത്താൽ പഞ്ചസാരയുടെ വേസ്റ്റൊക്കെ പോയിക്കോട്ടെ, പഞ്ചസാര നല്ല ക്ലിയർ പഞ്ചസാര പാനിയായി നമുക്ക് കിട്ടാവുന്നതാണ്. ഇതേപോലെ ഒരു അരിപ്പത്തവിയെടുത്ത് നമ്മൾ ഒഴിച്ച ആ മുട്ടൻ്റെ വെള്ളം ഒന്ന് കോരി എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ മുട്ടൻ്റെ വെള്ളയിൽ ബ്രൗണിഷ് ഉണ്ടാവും. അത് പഞ്ചസാര പാനിയിലുള്ള വേസ്റ്റാണ്, സാധാരണ പഞ്ചസാരയിലുള്ള കച്ചറയാണത്. എന്നാലേ പഞ്ചസാര പാനി നല്ല ക്ലിയറായി കിട്ടുള്ളൂ. ഇതൊരു ഐഡിയ ആണ്, ഇതൊരു ടിപ്പാണ്. ഈ പഞ്ചസാര പാനി റെഡിയായോ എന്ന് ചെക്ക് ചെയ്യാനുണ്ട്. നേരത്തെ ഒഴിച്ചതിൻ്റെ ബാക്കി കണ്ടോ, സൈഡിൽ അവിടെയായിട്ടും പഞ്ചസാരയുടെ വേസ്റ്റ് വന്നിട്ട് അടിഞ്ഞുകൂടി നിൽക്കുന്നത് ആ മുട്ടയുടെ വെള്ളയിൽ. ഒക്കെ കോരി ഒഴിവാക്കുക. ഇനി ചെക്ക് ചെയ്യാണ്. ഇതേപോലെ ഒരല്പം എടുത്ത് നോക്കിയാൽ 2 വിരലുകൾ ഇങ്ങനെ വെച്ചാൽ പശ പോലെ ഒട്ടിപ്പിടിക്കേണ്ടതാണ്. ഇങ്ങനെ നേരിയ നൂല് പോലെ കണ്ട, ഇതേപോലെ വരണം. ഇതേപോലെ ഒട്ടിപ്പിടിക്കണം, എന്നാലേ പഞ്ചസാര പാനി കറക്റ്റ് ആവത്തുള്ളൂ. അതുപോലെ അതേ മോഡലിൽ തന്നെ ആകണം, എന്നാലേ ശരിയാവുള്ളൂ. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഒഴിച്ചു വെച്ച മുട്ടൻ്റെ മഞ്ഞ കലക്കിയത് ഈ കുപ്പിയുടെ മൂടി തുറന്ന് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. കണ്ടോ, ആ പഞ്ചസാര പാനിയിലേക്കാണ് ഒഴിക്കുന്നത്. ഇതിൽ എണ്ണ ചേർത്തിട്ടില്ല, നമ്മൾ നെയ്യ് ചേർത്തിട്ടില്ല, ഒന്നും ചേർത്തിട്ടില്ല. വെറും പഞ്ചസാര പാനിയിലേക്കാണ് ഈ മുട്ടൻ്റെ മഞ്ഞ കലക്കിയെടുത്തത് ഒഴിക്കുന്നത്. ഈ മുട്ടൻ്റെ മഞ്ഞയിൽ ഒന്നും ചേർത്തിട്ടില്ല, വെറും മുട്ടയുടെ മഞ്ഞയാണത്. ഇതേപോലെ ഒഴിക്കുക. അതിനുശേഷം നോക്കി നിൽക്കാൻ നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് അതിൽ പാറ്റി കൊടുക്കണം. ഇതേപോലെ കുറച്ച് വെള്ളം എടുത്ത് പാറ്റി കൊടുത്തിട്ട് അത് വിതറി കൊടുക്കണം. നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ വിതറി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്കിട്ട് ആ മുട്ടമാലയുടെ മാല എന്ന് പറയുന്നതിന്
മഞ്ഞക്കുരുവിൻ്റെ മാലയെ എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം. ഈ പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ, ഏത് പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാലും ആ പാത്രം ഒരല്പം ചെരിച്ച് വെക്കണം കേട്ടോ. അതിലുള്ള ആ വെള്ളം ഊറി വരാൻ വേണ്ടിയിട്ടാണ്, പഞ്ചസാര ലായനി ഊറി വരാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അങ്ങനെ ഇതേപോലെ ചിരിച്ചു വെക്കുക. ഏത് പാത്രത്തിലിട്ടതായാലും ശരി, പ്ലേറ്റ് ആകുന്നതാണ് ഏറ്റവും സൗകര്യം. വീണ്ടും അതേപോലെ തന്നെ മുട്ട ഒഴിച്ചു കൊടുത്ത് വെള്ളം തെളിച്ച് അതിൽ നിന്ന് മുട്ടമാല എടുക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ മുട്ടമാല എന്നാണ് പറയുക. ചെയിന് പോലെയാണുള്ളത്. വെറും മഞ്ഞക്കുരു കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണിത്. അങ്ങനെ ആ കുപ്പിയിലുള്ള മൊത്തം മുട്ട കലക്കിയതും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുക. വെള്ളം കുടയുന്നത് അത് വിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അത് വേറെ വേറെ സെപ്പറേറ്റായി കിട്ടാൻ വേണ്ടിയാണ് വെള്ളം കുടയുന്നത്. എന്നാലാണ് ഈസിയിൽ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആ ഒരു കുപ്പിയിലുള്ളതിനെ മൊത്തം ആക്കി കിട്ടിയ മുട്ടമാലയാണിത്. ആ പാനി തിളക്കുകയാണ്. വീണ്ടുമുണ്ട്, തീർന്നിട്ടില്ല. മുക്കാഭാഗം കഴിഞ്ഞു, കാഭാഗം കൂടിയുണ്ട്. ഒന്നുകൂടി കാണിച്ച്, ഏറ്റവും അവസാന ഭാഗം ഒന്നുകൂടി കാണിച്ചു തന്നതാണ്. ബോറടിക്കുന്നില്ലല്ലോ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ വെള്ളം കുടിയുക. ഒരു ചട്ടോൻ്റെ ബാക്ക് ഭാഗമോ സ്പൂണോ എന്തെങ്കിലും എടുത്ത് ഇതേപോലെ കോരിയിട്ട് ആ പ്ലേറ്റിലേക്ക് ഇടുക. ഒരു പാത്രത്തിലിടുക. അതിൽ നിന്ന് ഊറി വരുന്ന ആ പാനി തിരിച്ച് അതിലേക്ക് തന്നെ ഒഴിക്കുക. ഇങ്ങനെ ഒന്നിച്ചാക്കി വെച്ചതിന് ശേഷം അത് ഉടനെ തന്നെ കൈകൊണ്ട് വെവ്വേറെ ഓരോ ഇതളാക്കി മാറ്റേണ്ടതുണ്ട്. പെട്ടെന്ന് തന്നെ ആക്കി മാറ്റണം, അല്ലെങ്കിൽ അത് കട്ട പിടിക്കും. ഇത് ചെയ്യുന്നത് കണ്ടോ എങ്ങനെയാണെന്ന്. ഇനി പെട്ടെന്ന് തന്നെ ഓരോ ഇതളായി, ഓരോ നൂലായി അതിനെ മാറ്റിയെടുക്കേണ്ടതാണ്. ഓരോ നൂലാക്കി വേണം അതിനെ മാറ്റിയെടുക്കാൻ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, എന്നാൽ പൂതി മാറില്ല. ഇതുപോലെയാണ് അതിനെ ഓരോ നൂലാക്കി വെവ്വേറെ അപ്പോൾ തന്നെ ചെയ്യണം കേട്ടോ. തണുക്കാൻ വെക്കരുത്, അത് കട്ട പിടിച്ചോവും. അപ്പോൾ തന്നെ ഇതിനെ ഓരോ നൂലാക്കി മാറ്റിയെടുക്കുക. ഓരോ ചെയിനായി വെവ്വേറെ സെപ്പറേറ്റാക്കി എടുക്കുക. ചെറിയ ചൂട് കൈ പൊള്ളുകയൊക്കെ ചെയ്യും, എന്നാലും ഇപ്പോൾ തന്നെ അത് സെപ്പറേറ്റ് ആക്കി. നമുക്ക് ഈ മുട്ടമാല വെക്കാനുള്ള വെള്ള കളറുള്ള പുഡിംഗ് മൂടലിൽ ഒരപ്പം ശരിയാക്കി എടുക്കാറുണ്ട്. അതിനു വേണ്ടി നമ്മൾ മുട്ടൻ്റെ മഞ്ഞ മുട്ടമാല ഉണ്ടാക്കിയെടുത്ത ആ ബാക്കി വന്ന പഞ്ചസാര പാനിയിലേക്ക് നമ്മൾ മാറ്റി വെച്ച മുട്ടൻ്റെ വെള്ളം ഒഴിക്കണം. അപ്പോഴേക്കും അടുപ്പിൽ നമ്മൾ അത് ആവിയിൽ വേവിക്കാനുള്ള പാത്രം തയ്യാറാക്കി വെക്കണം. അതിനുശേഷം ചെറിയ നല്ല വൃത്തിയുള്ള അതിൽ കൊള്ളുന്ന ഒരു പാത്രം എടുത്ത് വേണം അതിലേക്ക് ആവിയിൽ വേവിക്കാൻ. ഒരു പാത്രം എടുത്ത് അതിൽ വെളിച്ചെണ്ണ പുരട്ടുന്നതാണ് നല്ലത്. ആ പാത്രത്തിൽ നന്നായി വെളിച്ചെണ്ണ വരണം, എന്നാലാണ് അത് പെട്ടെന്ന് വിട്ട് വരത്തുള്ളൂ. ഏകദേശം പുഡിങ് ഉണ്ടാക്കുന്ന മോഡൽ തന്നെ, പക്ഷേ ആവിയിൽ വേവിക്കണം എന്ന് മാത്രം. നമ്മൾ ബാക്കിയുള്ള പഞ്ചസാര പാനിയിൽ ആ മുട്ടൻ്റെ വെള്ള ഒഴിച്ചു. അതിൽ നിന്ന് കുറച്ചെടുത്ത് മിക്സിയിലേക്ക് ഒഴിക്കുന്നു. ഒരല്പം എടുത്ത് മിക്സിയിലേക്ക് ഒഴിക്കുന്നു. അതിലേക്ക് ഒരല്പം പാൽപ്പൊടിയും കുറച്ചുകൂടി മധുരം കൂട്ടാൻ വേണ്ടി ആവശ്യത്തിന് പഞ്ചസാരയും അതിലേക്ക് ഇടുന്നു.
എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അരച്ചെടുത്ത് ആ പഞ്ചസാര പാനിയിലേക്ക് തന്നെ ഒഴിക്കുക. കുറച്ചെടുത്തിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ഒഴിച്ച് കഴിഞ്ഞ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതേപോലെ നന്നായി ഇളക്കി കൊടുക്കുക. നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കേണ്ട പാത്രത്തിലേക്ക് ഈ പഞ്ചസാര പാനി മുട്ടൻ്റെ വെള്ളം മിക്സാക്കിയ ഈ മിശ്രിതം അതിലേക്ക് ഒഴിക്കുക. അതിൽ ടേസ്റ്റ് കൂടാൻ വേണ്ടി അല്പം ഏലക്കായ്പ്പൊടി വിതറുക. ഒന്നുകൂടി നന്നായി ഇളക്കിയതിന് ശേഷം നല്ലൊരു അടച്ചുറപ്പുള്ള മൂടി കൊണ്ട് മൂടി ആവിയിൽ അതിനെ വേവിപ്പിക്കുക. സ്റ്റീമർ വെച്ച് വേവിക്കുക. ഞാൻ സെറ്റാക്കി പിടിക്കുന്നുണ്ട്. കണ്ടോ, ഇതേപോലത്തെ അപ്പമാണ് കിട്ടുക. അടിപൊളി ടേസ്റ്റുള്ള പുഡിങ് പോലത്തെ ഒരു അപ്പമാണത്. അത് അങ്ങനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് കൊണ്ടേക്കണം. ഈ അപ്പം കുറച്ച് കഴിഞ്ഞ് അത് തണുത്തതിന് ശേഷം ഇതേപോലെ ഈ അപ്പം കട്ട് ചെയ്ത് ഒരു ചെറിയ പ്ലേറ്റിലാക്കി, ഇത്രയേ വേണ്ടൂ, ഈ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് ഇങ്ങനെ 3 പീസ് വെച്ച് അതിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കിയ മുട്ടമാല എടുത്ത് വിതറുക. കണ്ടോ, ഒരല്പം വിട്ടാൽ മതി. അതിൻ്റെ മേലെ ഒരു പകുതി ചെറീസും കൂടിയും വെച്ച് കഴിഞ്ഞാൽ അടിപൊളി പുഡിങ് തയ്യാറായി. അടിപൊളി ടേസ്റ്റാണ്. എത്ര കഴിച്ചാലും വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിക്കേക്കും. സൽക്കാരത്തിനും കല്യാണത്തിനും ഏതൊരു വിരുന്നുകാർക്കും കൊടുക്കാൻ നല്ലൊരു ഫുഡാണ് മുട്ടമാല. തലശ്ശേരിക്കാരുടെ മാഹിക്കാരുടെ മുട്ടമാല. തലശ്ശേരി മാഹിയിലും മാത്രമേ ഇത് അധികവും കണ്ടുവരുന്നുള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണുന്നേരം ബൈ ബൈ.